നമസ്കാരം. നമ്മുടെ കേരളത്തിൽ നിന്നും നേപ്പാളിലേക്ക് ട്രെയിൻ മാർഗം പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. കേരളത്തിൽ നിന്നും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റിയ ഒരു ബോർഡർ കൺട്രിയാണ് നേപ്പാൾ. ഞാൻ ഇന്ന് ഈ പറയാൻ പോകുന്ന ട്രെയിനിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ഞെട്ടുമെങ്കിലും ഈ ഒരു ട്രെയിൻ നമുക്ക് നേപ്പാളിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്ക് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ ഇറങ്ങേണ്ടത്, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം എങ്ങനെയാണ് നേപ്പാളിലേക്ക് എത്തിച്ചേരാനായി സാധിക്കുന്നത് എന്നതിനെയൊക്കെ പറ്റിയിട്ടുള്ള പൂർണ്ണമായ വിവരണമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ഒരു ചെറിയ ലൈക്ക് ഒന്ന് സഹായിക്കണേ. ഈ ഒരു വീഡിയോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ചിലപ്പോൾ ഞാൻ ഇന്ന് ഈ പറയാൻ പോകുന്ന പ്ലാൻ അറിയാമായിരിക്കും, ചിലപ്പോൾ അറിയാത്തവരും ഉണ്ടാവും. എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി രീതിയിൽ വിശദീകരിച്ച് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം. ഇനി ഒട്ടും സമയം കളയാതെ കേരളത്തിൽ നിന്നും നമുക്ക് എങ്ങനെ ട്രെയിൻ മാർഗം നേപ്പാളിലേക്ക് എത്തിച്ചേരാനായി സാധിക്കും എന്ന് കേൾക്കാം. ഫ്രണ്ട്സ്, ട്രെയിൻ നമ്പർ 125-12 ഗോരഖ്പൂർ രപ്തിസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനാണ് നമ്മൾ കേരളത്തിൽ നിന്നും നേപ്പാളിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന ട്രെയിൻ. ഈ ഒരു ട്രെയിൻ AC ടിക്കറ്റ് മാക്സിമം ട്രൈ ചെയ്യണം, കാരണം ജനറലും സ്ലീപ്പറും ഒക്കെ വളരെ പരിതാപകരമാണ്. ആഴ്ചയിൽ 3 ദിവസങ്ങളിൽ മാത്രമാണ് ട്രെയിൻ സർവീസ്. ഞായറാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച. ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം നോർത്തിൽ നിന്നുമാണ്. അതായത് പഴയ കൊച്ചുവേളിയിൽ നിന്നും രാവിലെ 6:35 ആരംഭിക്കുന്ന ട്രെയിൻ ആലപ്പുഴ വഴി 3-ാം ദിവസം ഉച്ചയ്ക്ക് ശേഷം 3:20 ഗോരഖ്പൂർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. ഈ ഗോരഖ്പൂർ ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ UP ആണ് കേട്ടോ, ഉത്തർപ്രദേശ്. ഈ ഒരു ഗോരഖ്പൂർ ജംഗ്ഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടതും. ഈ ഒരു ട്രെയിന് കേരളത്തിൽ എവിടൊക്കെയാണ് സ്റ്റോപ്പുകളെന്നും എത്തിച്ചേരുന്ന സമയവും നമുക്കൊന്ന് കേൾക്കാം. തിരുവനന്തപുരം നോർത്തിൽ നിന്നും രാവിലെ 6:35 ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പുള്ളത് കൊല്ലം ജംഗ്ഷനിലാണ്. ട്രെയിൻ കൊല്ലം ജംഗ്ഷനിൽ എത്തിച്ചേരുന്ന സമയം രാവിലെ 7:30 കേട്ടോ. അത് കഴിഞ്ഞാൽ ട്രെയിൻ സ്റ്റോപ്പുള്ളത് കായംകുളം ജംഗ്ഷനാണ്. കായംകുളം ജംഗ്ഷനിൽ 8:20 ട്രെയിൻ എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ 8:30 ഹരിപ്പാടേക്കും 8:50 അമ്പലപ്പുഴയും രാവിലെ 9 മണിക്ക് ആലപ്പുഴയിലും ട്രെയിൻ എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ 9:30 ചേർത്തല, 10:35 എറണാകുളം ജംഗ്ഷൻ, 11:10 ആലുവ, 11:25 കാലടി, 11:40 ചാലക്കുടി, 11:50 ഇരിഞ്ഞാലക്കുട, ഉച്ചയ്ക്ക് 12:15 തൃശ്ശൂർ, 12:40 വടക്കാഞ്ചേരി, 1:20 ഒറ്റപ്പാലം, 1:45 പാലക്കാട് ജംഗ്ഷൻ. ഇങ്ങനെയാണ് ഈ ഒരു ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പുകളുള്ളത് കേട്ടോ. ഈ ഒരു ട്രെയിന് മൊത്തത്തിൽ 4 ജനറൽ കമ്പാർട്ട്മെൻറ്റുകളാണുള്ളത്. അതായത് UR അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ചസ് 4 ട്രെയിനിൻ്റെ മുൻഭാഗത്ത് 2 പിൻഭാഗത്ത് 2. സ്ലീപ്പർ കോച്ചസ് ആകെ 4 ഉള്ളൂ കേട്ടോ. S1 മുതൽ S4 വരാണ് സ്ലീപ്പർ കോച്ചസ്. AC കോച്ചസ് മൊത്തത്തിൽ വരുന്നത് 11 ഉണ്ട്. കൂടുതലും AC കോച്ചസ് ഉള്ള ഒരു ട്രെയിനാണ് കേട്ടോ ഇത്. അതിൽ തേർഡ് AC വരുന്നത് 8 B1 മുതൽ B8 വരാണ് തേർഡ് AC. സെക്കൻഡ് AC വരുന്നത് 2, അത് A1ഉം A2ഉമാണ് കേട്ടോ. ഫസ്റ്റ് AC വരുന്നത് 1, അത് H1ഉമാണ്. ഇനി തിരുവനന്തപുരം നോർത്തിൽ നിന്നും ഗോരഖ്പൂർ ജംഗ്ഷൻ വരെയുള്ള ട്രെയിൻ ടിക്കറ്റ് ചാർജ് ആണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത്. കേരളത്തിലുള്ള എല്ലാ സ്റ്റോപ്പുകളുടെയും പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. അപ്പം ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത് നമ്മുടെ ട്രെയിൻ ആരംഭിക്കുന്നതല്ലേ തിരുവനന്തപുരം നോർത്തിൽ നിന്നും ഗോരഖ്പൂർ ജംഗ്ഷൻ വരെ. എന്തായാലും ഇതിൽ കുറവായിരിക്കും ബാക്കി അങ്ങോട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് കേട്ടോ. തിരുവനന്തപുരം നോർത്തിൽ നിന്നും ഗോരഖ്പൂർ ജംഗ്ഷൻ വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് 650 രൂപയാണ്. സ്ലീപ്പറിന് 1045 രൂപയും, തേർഡ് ACക്ക് 2665 രൂപയും, സെക്കൻഡ് ACക്ക് 3875 രൂപയും, ഫസ്റ്റ് ACക്ക് 6590 രൂപയാണ്. അങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്നും നേരെ ഗോരഖ്പൂർ ജംഗ്ഷനിലേക്ക് എത്തി. ഇനി എന്താണ് പരിപാടി? റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി ഒരു 500 മീറ്റർ നടന്നാൽ ഗോരഖ്പൂർ ബസ് സ്റ്റാൻഡ് എത്താം. അവിടെ നിന്ന് ഒരു 200 രൂപയ്ക്കകത്ത് ടിക്കറ്റ് എടുത്ത് 2 മണിക്കൂറോളം ബസ്സിലിരുന്ന് ഇന്ത്യൻ നേപ്പാൾ ബോർഡർ ആയിട്ടുള്ള സൊനോലിയിലെത്താം. അവിടുന്ന്, അതായത് സൊനോലി ബസ് സ്റ്റാൻഡിൽ എത്തിയതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് 1 കിലോമീറ്റർ നേരെ നടന്ന ഡെസ്റ്റിനേഷനായിട്ടുള്ള നേപ്പാൾ ബോർഡർ നമുക്ക് കാണാനായി സാധിക്കുന്നതാണ് കേട്ടോ. ഇനി ഇന്ത്യയിൽ നിന്നുമുള്ളവർക്ക് ഏതെങ്കിലും ഒരു വാലിഡ് ID കാണിച്ചാൽ മതി, ഈസി ആയിട്ട് നേപ്പാൾ ബോർഡറിലേക്ക് നമുക്ക് കയറാൻ സാധിക്കുന്നതാണ്.
അങ്ങനെ നമ്മൾ നേപ്പാൾ ബോർഡറിലേക്ക് കയറി കഴിഞ്ഞാൽ ബോർഡറിൽ നിന്നും വെളുപ്പിനെ 4 മണി മുതൽ നേപ്പാളിൻ്റെ മെയിൻ സിറ്റി ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് ബസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നേപ്പാളിൽ എങ്ങനെ എത്തേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അവിടെ എത്തിയിട്ട് സ്ഥലങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യണം കേട്ടോ. കാരണം ഞാൻ ഇതുവരെ നേപ്പാളിൽ പോയിട്ടില്ല, അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എനിക്കാകെ പറഞ്ഞു തരാൻ അറിയാവുന്നത് എങ്ങനെ നാട്ടിൽ നിന്ന് ട്രെയിൻ മാർഗം നേപ്പാളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാം. അതായിരുന്നു എൻ്റെ ദൗത്യം കേട്ടോ. ഇനി നമ്മളിപ്പോൾ യാത്ര ചെയ്ത അതേ ട്രെയിൻ തിരിച്ചും സർവീസ് ഉണ്ട്. നമുക്ക് തിരിച്ച് നാട്ടിൽ എന്തായാലും വരണമല്ലോ. അത് ട്രെയിൻ നമ്പർ 125-11 ആയിട്ട് ആഴ്ചയിൽ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചകളിലുമായിട്ടാണ് തിരികെയും സർവീസ്. 6:40 ഗോരഖ്പൂർ ജംഗ്ഷനിൽ നിന്നും രാവിലെ ആരംഭിക്കുന്ന ട്രെയിൻ 3-ാം ദിവസം ഉച്ചയ്ക്ക് ശേഷം 3:40 തിരുവനന്തപുരം നോർത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറന്നു പോവല്ലേ ഫ്രണ്ട്സ്. ഇനി ഇതുപോലുള്ള ഏതെങ്കിലും സ്ഥലങ്ങളെ പറ്റിയിട്ട് അറിയാനുള്ള നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതും കൂടി എന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞ് അറിയിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.